ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു റെസിപ്പി വീഡിയോ ആണ്. അടിപൊളി ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട അടിപൊളി റെസിപ്പിയാണ്. നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും മറ്റ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ റെസിപ്പി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിപ്പോൾ ഒരു 1/2 കിലോക്ക് അടുത്തൊക്കെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് നമുക്ക് ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഈ ഒരു ചിക്കന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല ഫസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി നിങ്ങളുടെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കി വെച്ചത് ഇല്ല എന്നുണ്ടെങ്കിൽ അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും മൊത്തത്തിലിട്ട് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ ഒരു മുട്ടയുടെ വെള്ള മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്, എഗ് വൈറ്റ്. എന്നിട്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ്. ഈ കോൺഫ്ലോറിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ മൈദ ഫ്ലോറും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ മൈദ ഫ്ലോർ ഇല്ലയെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ മൈദ ഫ്ലോറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് വരാം. അപ്പോൾ ഞാൻ ഒരു 1/2 കിലോക്ക് അടുത്താണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കന് ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ ചെറുതാക്കി നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സൈസിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കനാണ് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബോൺലെസ് ചിക്കൻ അല്ലാതെയും എടുക്കാം, പക്ഷേ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ബോൺലെസ് ചിക്കനാണ് കേട്ടോ എടുക്കാറുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഇപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മസാല അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി ഇതിൽ ഉപ്പ് വല്ല കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പം നിങ്ങൾ ഇത് എത്രയാണോ ടൈമുള്ളത് അതിനനുസരിച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. മിനിമം ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഇനി നമുക്ക് ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സോസ് ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ സോയ സോസ്, 1 ടേബിൾ സ്പൂൺ വിനാഗിർ, പിന്നെ ഒരു 1/2 കപ്പ് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് ചില്ലി സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് വേണ്ടത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർക്കുന്നുള്ളൂ. കാരണം എനിക്കാക്ക് അത്യാവശ്യം നല്ല എരിവുള്ള റെസിപ്പീസാണ് എല്ലാം ഇഷ്ടമുള്ളത്. അപ്പോൾ പഞ്ചസാര ഇട്ടാലൊന്നും തീരെ പിന്നെ കൂട്ടൂല കേട്ടോ, കഴിക്കൂല. അപ്പോൾ അതുകൊണ്ടാണ് 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളും അതുപോലെ അത്യാവശ്യം എരിവുള്ളതൊക്കെയാണ് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒരുപാട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഒരു പിഞ്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എരിവ് വേണമെന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ
ഡ്രാഗൺ ചിക്കൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കളറിലും ഭംഗിയിലൊക്കെ കാണാൻ ആയിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഫുഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ആ ഒരു ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കളറും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്തിട്ടുള്ള കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കളറൊന്നും നമ്മുടെ വീട്ടിലുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത്യാവശ്യം ഒരു കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ലാസ്റ്റിൽ നമുക്ക് ഇതിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ സോയ സോസൊക്കെ അത്യാവശ്യം ഉപ്പുള്ളത് കൊണ്ട് തന്നെ ലാസ്റ്റിൽ ഉപ്പ് നോക്കിയിട്ട് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കുന്ന ചിക്കൻ എന്ന് പറഞ്ഞാൽ സ്മാൾ പീസസ് ആണല്ലോ. അപ്പോൾ നിങ്ങളെ കയ്യിൽ പരന്ന സൈസിലുള്ള ഫ്രൈ പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓരോന്നോരോന്നാക്കിയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ടുള്ളത്. ഇതിൽ ഫ്രൈ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഓരോ പീസാക്കിയിട്ട് കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഒരുപാടിട്ട് എണ്ണയിൽ മുകളിലിട്ട് കൊടുത്താൽ പെട്ടെന്ന് എണ്ണ പിടിക്കും, ശരിയായ രീതിയിലൊന്നും ഫ്രൈ ആയും കിട്ടൂല. അപ്പോൾ എണ്ണയുടെ താഴെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ തന്നെ സ്പൂൺ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വേർപ്പെടുത്തി കൊടുക്കുക കേട്ടോ. പരസ്പരം ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോന്ന് വേർപ്പെടുത്തി കൊടുക്കുക. ഇത് ഫ്രൈ ആയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേർപ്പെടുത്താൻ നിന്നാൽ എല്ലാം ഒന്ന് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ ഒന്ന് വേർപ്പെടുത്തിയിട്ട് വേണം ഇങ്ങനെ ഇതിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പരന്ന ഒരു ഫ്രൈ പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ ഇങ്ങനെ പരസ്പരം ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് എണ്ണ ചൂടാക്കിയിട്ട് എടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. കാരണം പുറം ഭാഗം ഒരുപാട് ഫ്രൈ ആക്കിയിട്ട് കട്ടിയാക്കിയിട്ട് എടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഏകദേശം ഒരു ഡാർക്ക് യെല്ലോ കളറ് അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ ആവാൻ നിൽക്കുന്ന രീതിയിലാവുമ്പോൾ ചിക്കന് പെട്ടെന്നൊന്ന് കോരിയെടുക്കുക. ഒരുപാട് ഫ്രൈ ആക്കിയിട്ട് ചിക്കൻ്റെ കളറൊന്നും മാറിപ്പോകരുത്. ഒരു ബ്രൗൺ കളർ ആവുന്ന ആ രീതിയിലാവുമ്പോൾ കോരി മാറ്റിയിട്ട് അടുത്ത ട്രിപ്പിൽ നെക്സ്റ്റ് ഇട്ട് കൊടുക്കുക. ഞാൻ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വരാം കേട്ടോ. അങ്ങനെ ഒരു 2-3 ട്രിപ്പിൽ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരുപാട് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ട്രിപ്പിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കഴിയും. പിന്നെ വെറുതെ ഓയിൽ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം പിന്നീട് നമ്മൾ ഈ ഒരു വട്ടം ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യില്ല. അപ്പോൾ പിന്നെ ഒരു 2-3 ട്രിപ്പിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് ടൈം പിടിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കന് എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ആ ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലിൽ നിന്ന് അല്പം ഓയിൽ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കാൻ നോക്കുക കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ കറക്റ്റിൽ ഒരു ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഈ ഒരു നോൺ സ്റ്റിക്ക് പാനിലേ കഴിയുള്ളൂ. ഇനി ആ ഒരു ഓയിലിലോട്ട് ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 പച്ചമുളകും കൂടി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു സോസ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഒന്ന് സിമ്മിലിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു സോസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക.
സോസ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒന്നിങ്ങനെ തിളച്ച് വരും. ആ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു ചിക്കനും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു സോസ് തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ബൗളിൽ അല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുഴറ്റിയിട്ട് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ തവ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതിലേറെ നല്ലത് ആ ഒരു ചട്ടീൻ്റെ ഹാൻഡിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ നോൺ സ്റ്റിക്ക് പാൻ ഇതായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. നമ്മുടെ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ആ ഒരു നോൺ സ്റ്റിക്ക് ഫ്രൈ പാൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ലാസ്റ്റിൽ നമ്മുടെ ഇതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു ഹാഫ് പീസ് ഉള്ളി നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തത്, അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തത്. ഇനി നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു വെളുത്ത എള്ളുണ്ടല്ലോ, അതും കൂടി ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അതോടൊപ്പം ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഒനിയനും എള്ളൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചില്ലി ഫ്ലേക്സ് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ആ എള്ളും കൂടി ഉണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനും കഴിക്കാനൊക്കെ. ഡ്രാഗൺ ചിക്കൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഗ്രേവി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ലാസ്റ്റിൽ ഞാൻ അല്പം മല്ലിയിലയും കൂടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൂടുതലായിട്ടും ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാനാണ്. അല്ലാതെ വേറെ ഏത് റൈസിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. ഇനിയിപ്പോൾ റൈസ് ഒന്നും ഇല്ലെങ്കിലും വെറുതെ നമ്മുടെ വല്ല ഫിലിമോ അതൊക്കെ കണ്ടിരിക്കുമ്പോഴൊക്കെ ഒന്ന് കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ് ആണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഏകദേശം നമ്മുടെ എല്ലാവരുടെയും വീട്ടിലൊക്കെ ഉള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. ഇപ്പോൾ അല്ലാതെ വരുന്നത് എന്ന് പറഞ്ഞാൽ ആ ഒരു സോയാ സോസൊക്കെയാണ്. അതൊക്കെ ഏകദേശം ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതോടൊപ്പം പുതിയ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിനും കൂടി ക്ലിക്ക് ചെയ്താൽ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും. അപ്പോൾ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.